നാടിനെ നശിപ്പിക്കുന്ന ലഹരിക്കെതിരായ പോരാട്ടം വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് റിപ്പോർട്ട് തുടരുകയാണ്. സംസ്ഥാനത്തെ ലഹരിമോചന കേന്ദ്രങ്ങൾ ആളുകളെ കൊണ്ട് നിറഞ്ഞു കവിയുന്നു. പ്രായപൂർത്തിയായവരും അല്ലാത്തവരും ഇക്കൂട്ടത്തിലുണ്ട്. കഴിഞ്ഞ 2 മാസത്തിനിടെ 11,174 പേരെയാണ് ലഹരിമോചന കേന്ദ്രങ്ങളിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചതെന്ന് സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ കീഴിലുള്ള വിമുക്തിയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഈ വിഷയമാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ, കൊച്ചിയിൽ നിന്ന് അലി അക്ബർ ഷാ, മലപ്പുറത്ത് നിന്ന് മുബഷിർ പി അക്ബർ എന്നിവർ നമുക്കൊപ്പം ചേരുന്നു. തത്സമയം ആദ്യം റിനു ശ്രീധറിലേക്ക്. റിനു ശ്രീധർ, ഗുഡ് ഈവനിംഗ്. ലഹരിയുടെ പിടിയിൽ നിന്ന്, ആ നീരാളി പിടിത്തത്തിൽ നിന്ന് പുറത്തേക്ക് വരൂ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതനുസരിച്ച് ഈ വിമുക്തി കേന്ദ്രങ്ങളിലേക്കുള്ള ആളുകളുടെ ഒഴുക്ക് കൂടുകയാണോ? ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ, കഴിഞ്ഞ 2 മാസത്തെ കണക്കെങ്ങനെ റിനു? തീർച്ചയായും. അതായത് ഓരോ വർഷത്തെയും കണക്ക് വിമുക്തിയിൽ നിന്ന് നമുക്ക് ലഭ്യമാണ്. ആ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് നമുക്ക് നൽകാനുള്ളത്. കാരണം ഓരോ ദിവസവും 100-ലധികം പേരെയാണ്, അതായത് 18 വയസ്സിന് താഴെയുള്ളവരെയും മുകളിലുള്ളവരെയും ഈ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് എത്തിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ഒരു ഡി അഡിക്ഷൻ സെന്ററാണ് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ളത്, നെയ്യാറ്റിൻകര. അതേസമയം 100 കണക്കിന് മറ്റ് ഡി അഡിക്ഷൻ സെന്ററുകൾ, സ്വകാര്യ ഡി അഡിക്ഷൻ സെന്ററുകൾ ഉണ്ട് എന്നുള്ളതാണ്. അവിടുത്തെ കണക്ക് നമുക്ക് നിലവിൽ ലഭ്യമല്ല. ഏകദേശം 11,174 പേരെയാണ് ഈ കഴിഞ്ഞ 2 മാസത്തിനിടെ ഈ ഡി അഡിക്ഷൻ സെന്ററുകളിലേക്ക് പോലീസിന്റെയും എക്സൈസിന്റെയും അതുപോലെ തന്നെ സ്വമേധയായും ഉൾപ്പെടെ എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൽ കുട്ടികളുടെ കണക്ക് പരിശോധിക്കുമ്പോഴാണ് ഞെട്ടിക്കുന്നത്. 18 വയസ്സിന് താഴെയുള്ളവരുടെ കണക്കിലേക്ക് പോവുകയാണെങ്കിൽ ഇത് 2021 681 പേരായെങ്കിൽ ഇപ്പോൾ 2 മാസം കൊണ്ട് മാത്രം 588 പേർ 2025 ഡി അഡിക്ഷൻ സെന്ററുകളിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചികിത്സയ്ക്കായി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സുജയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ഓരോ വർഷത്തെയും കണക്കും നമുക്ക് ലഭ്യമാണ്. 2021 681 കുട്ടികൾ, 2022 അത് 1238 കുട്ടികളായി വർദ്ധിച്ചു. 2021 അത് 1982 വർദ്ധിക്കുകയും 2024 അത് 2880 കുട്ടികളായി വർദ്ധിക്കുകയും ചെയ്തു. 25 2 മാസം പിന്നിടുമ്പോഴുള്ള കണക്കനുസരിച്ച് 588 പേരാണ് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഡി അഡിക്ഷൻ സെന്ററുകളിലേക്ക് എത്തിയിട്ടുള്ളത്. ഇത് IP ഇൻപേഷ്യന്റും അതുപോലെ തന്നെ OPയും എല്ലാ കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ട്. ഇൻപേഷ്യന്റായിട്ട് 2018 109 പേരാണെങ്കിൽ ഈ 2024 1791 പേർ ചികിത്സ തേടി എന്നുള്ള കണക്കും വിമുക്തി നൽകുന്നുണ്ട്. ഇതിൽ എക്സൈസ് നേരിട്ട് കൊണ്ടെത്തിക്കുന്ന കുട്ടികളുണ്ട്, അതേസമയം പോലീസ് കൊണ്ടെത്തിക്കുന്നവരുണ്ട്, രക്ഷകർത്താക്കൾ കൊണ്ടെത്തിക്കുന്നവരുണ്ട്. മുതിർന്നവരുടെ കണക്കിലേക്ക് പോവുകയാണെങ്കിലും ഇത് തന്നെയാണ് പറയുന്നത്. നേരിട്ടും അല്ലാതെയും ചികിത്സ തേടുന്നവരുടെ കണക്കുണ്ട്, ഒപ്പം ഫോണിൽ ചികിത്സ തേടുന്നവരുടെ കണക്കുണ്ട്. ഇത് എല്ലാം തന്നെ ഓരോ വർഷം കഴിയുന്തോറും വലിയ രീതിയിലുള്ള വർധനവിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ എക്സൈസ് വകുപ്പിന്റെ ഒരു ശുപാർശ കൂടി പോകുന്നുണ്ട് സംസ്ഥാന സർക്കാരിലേക്ക്. കാരണം ഡി അഡിക്ഷൻ സെന്ററുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. നേരത്തെ അതായത് ഡി അഡിക്ഷൻ സെന്ററുകൾ നിറഞ്ഞു കവിയുമ്പോൾ മതിയായ രീതിയിൽ എല്ലാവരെയും ഒരേപോലെ പരിപാലിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു.